എക്സൽ ട്രിക്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ എക്സൽ ട്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നത് എക്സൽ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സൽ ഇതുവരെ ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ടും എക്സലിൽ ഒളിഞ്ഞു കിടക്കുന്ന കുറേ ട്രിക്കുകൾ പരിചയപ്പെടുത്തി തരുന്ന ഒരു സീരീസാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായും കാണുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നെയിം മാനേജർ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് എക്സലിൽ. ഒരുപക്ഷെ നെയിം മാനേജർ പലരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ ആ നെയിം മാനേജർ ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളത് പലർക്കും അറിയില്ല. അതിലൂടെ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും പലർക്കും അറിയില്ല. അപ്പോൾ വളരെ ഗുണകരമായിട്ടുള്ള ഒരു ഫീച്ചറാണ് നെയിം മാനേജർ. അപ്പോൾ അത്തരം നെയിം മാനേജർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ ഇത്തരത്തിൽ ഒരു ഡാറ്റ ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ ഡാറ്റയിൽ എനിക്ക് ഈ ടോട്ടൽ പ്രൈസിൻ്റെ സമ്മ് കാണണം. ഇതിൻ്റെ ടോട്ടൽ സമ്മ് എനിക്ക് ഏറ്റവും താഴെയുള്ള സെല്ലിൽ എനിക്ക് കാണണം. ഞാൻ ആദ്യം ഇതിൻ്റെ ട്രഡീഷണലായിട്ട് നമ്മൾ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ നെയിം മാനേജർ ഉപയോഗിച്ചിട്ട് പ്രൊഫഷണലായിട്ട് എങ്ങനെ കാണാൻ പറ്റും, അതിൻ്റെ പുതിയ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ടെക്നിക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഇത് ട്രഡീഷണൽ മെത്തേഡ്. ട്രഡീഷണലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് സം ഓഫ് എന്നിട്ടിട്ട് H245 എന്ന് പറയും. കാരണം ഇത്രയും സെല്ലുകളുടെ അഡ്രസ്സാണ് നമ്മൾ, ആ റേഞ്ചിൻ്റെ അഡ്രസ്സാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തത് അല്ലേ. നമുക്ക് അറിയാം എക്സലിൽ ഓരോ സെല്ലിനും ഒരു അഡ്രസ്സ് ഉണ്ട്. അതേപോലെ ഒരു സെല്ലുകളുടെ ഒരു ഗ്രൂപ്പ്, കുറേ സെല്ലുകൾ അടുത്തടുത്ത് നിൽക്കുന്ന സെൽസിൻ്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ റേഞ്ച് എന്ന പേര് പറയും. ആ റേഞ്ചിനും ഒരു അഡ്രസ്സ് ഉണ്ട്. ആ റേഞ്ചിൻ്റെ അഡ്രസ്സാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ ഇവിടെ റെഫർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ സമ്മ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു മേജർ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെൽ അഡ്രസ്സുകൾ നോക്കി നിൽക്കണം. നമ്മൾ സെൽ അഡ്രസ്സുകൾ തപ്പി പോകണം. ഓട്ടോ സം ചെയ്യാം, അതും പറ്റും. പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്ന മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനേക്കാളും ഓട്ടോ സമ്മിനെക്കാട്ടിലും നല്ല മെത്തേഡ് ഇത് തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇനി മറ്റൊരു സിറ്റുവേഷനും കൂടെ പറയാം. എനിക്ക് ഇതേ ഈ സമ്മ് എനിക്കിവിടെ ഷീറ്റ് 1 എനിക്ക് ടോട്ടൽ സെയിൽസ് ഇവിടെ കാണണം. ഇവിടെ സാധാരണ ഗതിയിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈസ് ഈക്വൽ ടു സം ഓഫ് ഏതിൻ്റെ ടോട്ടൽ സെയിൽസ് ആണ്, ഈ ഫുഡ് സെയിൽസ് എന്ന ഷീറ്റിലെ ടോട്ടൽ സെയിൽസിൻ്റെ ടോട്ടൽ, അതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ സം ഓഫ് എന്നിട്ടിട്ട് ഞാൻ ഈ ഷീറ്റിലേക്ക് പോയി വീണ്ടും ഇത്രയും സെൽസ് ഞാൻ സെലക്ട് ചെയ്തിട്ട്, അതായത് സം ഓഫ് ഫുഡ് സെയിൽസിലുള്ള H2 മുതൽ H245 വരെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ എനിക്ക് സമ്മ് വന്നു. ഇവിടെയും സമ്മ് വരുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വാല്യൂ മാറ്റുമ്പോഴും ഓട്ടോമാറ്റിക്കലി ഇവിടെയും മാറും. കാരണം ഈ ഫോർമുലയാണ് നമ്മൾ റെഫർ ചെയ്തിട്ടുള്ളത് ഈ ഇതിലേക്കാണ്. പക്ഷേ ഇതും ചെയ്യുന്ന മെത്തേഡിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഇത് കൂടുതൽ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടാവും. ഇതിനൊക്കെ എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗമാണ് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് തന്നെ കേൾക്കാം. ഞാൻ ഈ 2 സമ്മും ഞാൻ ഇവിടുന്ന് എടുത്ത് കളയാം. ഞാൻ ഈ H2 മുതൽ H235 വരെ എന്നുള്ള ആ സെല്ലുകളെ, ഈ H2 ഇതാണ്, H2 മുതൽ H245 വരെയുള്ള സെല്ലുകൾ ഇപ്പം ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ എക്സലിന് ഇപ്പോൾ അറിയാവുന്നത് ഇതിൻ്റെ പേര്, ഇത്രയും സെല്ലുകളുടെ ഒരുമിച്ചുള്ള പേര് H2 മുതൽ H245 വരെ എന്നുള്ളതാണ് എക്സലിന് ഇപ്പോൾ അറിയുള്ളൂ. പക്ഷേ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുമെന്ന് വെച്ചെങ്കിൽ ഇത് ഇവിടെ നെയിം ബോക്സ് കണ്ടല്ലോ. നെയിം ബോക്സിൽ ഈ H2 എന്നുള്ള വാക്ക് ഞാൻ മാറ്റിയിട്ട് ഞാൻ സെയിൽസ് എന്ന് ഞാൻ അടിച്ചു. ഓക്കെ, സെയിൽസ് എന്ന പേര് ഞാൻ കൊടുത്തു. ഇത്രയും സെല്ലുകൾക്ക് ഒരുമിച്ചുള്ള ഇതിന് ഞാൻ ഈ സെയിൽസ് എന്നുള്ള പേര് ഞാൻ കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇനി മുതൽ എക്സലിനോട് നമ്മൾ പറയുമ്പോൾ H2 എന്നോ H245 വരുന്നോ ഒന്നും പറഞ്ഞ് നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കേണ്ട, എക്സലിനെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കേണ്ട. നമുക്ക് ആകെ ചെയ്യാവുന്നത് സം ഓഫ് സെയിൽസ് എന്ന് നമ്മളിവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എന്താണോ നമ്മൾ പേരിട്ടത് ആ പേര് തന്നെ ഇവിടെ കൊടുക്കണം, അത്രേ ഉള്ളൂ. അക്ഷരങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാൻ പാടില്ല.
സ്പെല്ലിംഗ് കറക്റ്റായിട്ട് കൊടുക്കണം എന്ന് മാത്രം. അത് അത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കലി H2 മുതൽ H245 വരെയുള്ള സെല്ലുകൾ സെലക്ട് ആയി ഓട്ടോമാറ്റിക്കലി. എൻ്റർ അടിക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവറേജ് കാണണമെങ്കിൽ ഈസ് ഈക്വൽ ടു ആവറേജ് ഓഫ് സെയിൽസ്. ബസ് ഇനി മുതൽ നമുക്ക് H2 എന്നോ H245 ഈ സെൽ അഡ്രസ്സുകൾ നമുക്ക് മറക്കാം. ഇനി ഈ പേര് വിളിച്ചു കഴിഞ്ഞാൽ ഇത്രയും റേഞ്ചസ് വിളി കേട്ടോളൂ. മാത്രമല്ല നമ്മൾ മറ്റൊരു ഷീറ്റിലേക്ക് പോയിട്ട് ഇവിടെയും ഞാൻ ഈസ് ഈക്വൽ ടു സം ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ അവിടെയും എനിക്ക് കറക്റ്റ് ഇത് കിട്ടും, സെയിൽസ് കിട്ടും. ഇവിടെ ഞാൻ പോയിട്ട് ഈ ഷീറ്റിലേക്ക് റെഫർ ചെയ്ത് അവിടുന്ന് അഡ്രസ്സ് തപ്പിപ്പിടിച്ച് എടുത്തിട്ട് വരേണ്ട ഒരു ആവശ്യവുമില്ല. ഇതാണ് നെയിംഡ് റേഞ്ചസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവണം. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞത്രയും ഉപയോഗിച്ചിട്ടുണ്ടാവണം. നെയിംഡ് റേഞ്ചസ് എന്താണെന്നുള്ളത് കുറേ പേർക്കൊക്കെ അറിയാം. ഇനി നെയിംഡ് റേഞ്ചസ് കൊണ്ട് വേറെ കുറേ ഗുണങ്ങളും കൂടിയുണ്ട്. അതിലേക്കാണ് ഇപ്പം ഞാൻ വരാൻ പോകുന്നത്. അതിൽ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ആരോ റൂട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ, ഓരോ സെക്ഷന് ഓരോ പ്രൊഡക്റ്റിന് ഞാനൊരു പേര് കൊടുക്കണം. ഇത്രയും സെല്ലുകൾക്ക് ആരോ റൂട്ട് എന്നുള്ള പേര് ഞാൻ കൊടുക്കാൻ പോവാണ്. ആരോ റൂട്ട് ഏതൊക്കെ സെല്ലാണ്? A1 മുതൽ H32 വരെയുള്ള സെല്ലുകൾക്ക് ഒരുമിച്ച് ഞാൻ പേര് കൊടുത്തു, ആരോ റൂട്ട് എന്ന് പേര് കൊടുത്തു. എൻ്റർ അടിച്ചു. ഇനി അതേപോലെ തന്നെ മേ ബി ഞാൻ താഴേക്ക് വരാം. ഈ ക്യാരറ്റുള്ള അത്രയും ഇതിന് ഓക്കെ ഇത്രയും എടുത്തു. അത്രയും എടുത്തിട്ട് ഞാൻ ക്യാരറ്റ് മുഴുവൻ സെലക്ട് ചെയ്തതിന് ശേഷം ക്യാരറ്റ് അത്രയും സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിന് ക്യാരറ്റ് എന്നുള്ള പേര് കൊടുത്തു. എൻ്റർ അടിച്ചു. ഇനിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ നെയിം ബോക്സിലൊരു ഡ്രോപ്പ് ഡൗൺ കണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്ത പേരുകൾ മുഴുവനും, നമ്മൾ ആദ്യം കൊടുത്തത് സെയിൽസ് എന്നുള്ള പേരിൽ ആ പേര് ഇവിടെ കാണാം, ക്യാരറ്റ് എന്നുള്ള പേര് ഇവിടെ കാണാം, ആരോ റൂട്ട് എന്നുള്ള പേര് കാണാം. ഞാൻ ക്യാരറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത്രയും സെല്ലുകൾ സെലക്റ്റായി നിൽക്കും. നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് പെട്ടെന്നൊരു കളർ കൊടുക്കാനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. വീണ്ടും വീണ്ടും ഇത്രയും സെല്ലുകൾ ഞാൻ ഈ സെലക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എനിക്കില്ല. വി ക്യാൻ ഈസിലി നാവിഗേറ്റ്, നമുക്ക് വളരെ എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് സെല്ലിലേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ ഒരു ഫീച്ചർ ഈ നെയിംഡ് റേഞ്ചസിൻ്റെ. ഇനി മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ ഡിസ്കൗണ്ട്സ് കാണണം. ഈ കമ്പനി ഡിസ്കൗണ്ട് റേറ്റ് ഇവിടെ പറയുന്നുണ്ട്. ഓരോ പ്രാവശ്യം പക്ഷേ ഡിസ്കൗണ്ടുകൾ മാറിയേക്കാം. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രൈസ് ഇൻറ്റു ഇത് എന്ന് പറഞ്ഞ് നമ്മൾ എൻ്റർ അടിച്ചു. ഇനി ബാക്കിയുള്ളതിൻ്റെ കാണാൻ സാധാരണഗതിയിൽ നമ്മൾ താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം സെൽ റെഫറൻസുകൾ ഓട്ടോമാറ്റിക്കലി മാറും. ഇവിടെ H2 മുതൽ H2 ഇൻറ്റു L2 ആണെന്നുണ്ടെങ്കിൽ താഴെ വന്നപ്പോൾ അത് H5 ഇൻറ്റു L5 ആയി. ഈ L5-ലൊന്നുമില്ല, എനിക്കിവിടെ L2 തന്നെയാണ് വേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഓരോന്നായിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ അബ്സല്യൂട്ട് റെഫറൻസിങ് ആക്കും. അബ്സല്യൂട്ട് റെഫറൻസിങ് എന്താണ് എന്ന് അറിയാത്തവർ എൻ്റെ ഈ ചാനലിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ ഉണ്ട്. അബ്സല്യൂട്ട് റെഫറൻസിങ് എന്താണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് തീർച്ചയായിട്ടും കാണാം. അബ്സല്യൂട്ട് റെഫറൻസിങ് അതായത് $സൈൻ ഇട്ടിട്ട് ഞാൻ ആ സെല്ലിനെ ലോക്ക് ചെയ്തു, L2 എന്നുള്ള സെല്ലിനെ ലോക്ക് ചെയ്തിട്ട് ഞാൻ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എവിടേക്കൊക്കെ പോയി കഴിഞ്ഞാലും ഈ H2 എന്നുള്ളത് H10-ഉം H11-ഉം H12-ഉം ഒക്കെ ആവും. പക്ഷേ L2 എന്നുള്ളത് അവിടെ തന്നെ നിൽക്കുകയാണ്. എവിടെ പോയി കഴിഞ്ഞാലും L2 ഈസ് L2 എന്ന് പറയുന്നത് L2 തന്നെയാണ്. കണ്ടോ, എവിടെ പോയി കഴിഞ്ഞാലും L2 മാറുന്നില്ല. അതാണ് $സൈൻ ഇട്ടിട്ട് നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസിങ് ആക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, ഈ രജനീഷ് ഈ $സൈനൊക്കെ ഇടുന്നത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇത് എവിടെ $സൈൻ ഇടണം, അത് ചിലപ്പോൾ മറന്നു പോകും. നമ്മൾ ഒരു സ്ഥലത്ത് ഇടും, വേറൊരു സ്ഥലത്ത് ഇടില്ല. അപ്പോൾ മൊത്തം കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിനൊരു വഴി എനിക്ക് കണ്ടെത്താനായത്. അതും നെയിംഡ് റേഞ്ച് വഴി തന്നെ നമുക്ക് കണ്ടെത്താം. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെല്ലിന്, ഈ ഒരു പർട്ടിക്കുലർ സെല്ലിന് മാത്രം, ഞാൻ ഇത് മൊത്തമല്ല, അതിൽ ഈ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് പറയുന്ന ഈ L2 എന്ന് പറയുന്ന സെല്ല്, ഈ സെല്ലിന് ഞാൻ L2 എന്നുള്ള പേര് മാറ്റിയിട്ട് ഞാൻ ഡിസ്കൗണ്ട് എന്നുള്ള പേര് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഡിസ്കൗണ്ട് എന്നുള്ള പേര് ഞാൻ കൊടുക്കുന്നു.
ഇനിയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു ഈ പ്രൈസ് ഇൻ ടു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ മതി. എൻ്റർ അടിക്കുന്നു. നമ്മൾ താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോളർ സൈനും വേണ്ട, അബ്സല്യൂട്ട് റെഫറൻസിങ് ചെയ്യുന്നത് ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. എവിടെ പോയി കഴിഞ്ഞാലും ഇത് മാറുന്നില്ല. ഈ L2 സെല്ല് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം അതിൻ്റെ പേര് ഡിസ്കൗണ്ട് എന്നാണ്. ക്ലിയർ ആണല്ലോ. ഇനി എനിക്ക് ഇതിൻ്റെ ഡിസ്കൗണ്ട് കാണണം. ഇതിൻ്റെ ടോട്ടൽ സെയിൽസിൻ്റെ വേറൊരു ഷീറ്റിലാണ്. ഈ ടോട്ടൽ സെയിൽസിൻ്റെ ടോട്ടൽ ഡിസ്കൗണ്ട് എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ദിസ് ഇൻ ടു ഡിസ്കൗണ്ട് എന്ന് ഇവിടെ പറഞ്ഞാൽ മതി. നമ്മൾ ആ ഷീറ്റിലേക്ക് പോയി റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ പേര് എല്ലാ ഷീറ്റിലേക്കും അപ്ലിക്കബിളാണ്. ഈ ഒരു പർട്ടിക്കുലർ പേര് എല്ലാ ഷീറ്റിലേക്കും അപ്ലിക്കബിളാണ്. മാത്രമല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നമ്മളിവിടെ പെർസെൻറ്റേജ് മാറ്റുന്നോ 15% ആക്കി കഴിഞ്ഞാൽ മൊത്തം ഇതെല്ലാം 15% ആവും. പ്ലസ് ഈ ഷീറ്റ് 1 ഇതും 15% ആവും. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് മാറിക്കോളും. ഇപ്പോൾ ഡോളർ സൈൻ ഒഴിവാക്കിയിട്ട് നമുക്ക് അബ്സല്യൂട്ട് റെഫറൻസിങ് ചെയ്യാം എന്നുള്ളതാണ് നെയിംഡ് റേഞ്ചസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഈ നെയിംഡ് റേഞ്ചസ് ഇനി വേണ്ട, എനിക്ക് ഈ റേഞ്ച് നെയിംസ് ഇനി വേണ്ട, ഇതെനിക്ക് കളയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു നീഡ് ടു ഗോ ടു ഫോർമുലാസ് എന്ന് പറയുന്ന ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ നെയിം മാനേജർ എന്ന് പറയുന്നൊരു ബട്ടൺ അത് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്തിട്ടുള്ള പേരുകൾ മുഴുവൻ ഇവിടെയുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇനി അതല്ല ഒരുമിച്ച് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് മൊത്തം സെലക്ട് ചെയ്യാം. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പേരുകളും പോയി. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഫോർമുലകൾ മുഴുവനും എറർ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ H2 ഇൻറ്റു ഡിസ്കൗണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഡിസ്കൗണ്ട് എന്നുള്ള പേര് എക്സലിന് ഇപ്പോൾ അറിയില്ല. കാരണം നമ്മളത് ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ ഡിസ്കൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സലിന് അറിയില്ല. ആ ഒരു സംഭവം മാത്രം ശ്രദ്ധിക്കണം. നിങ്ങൾ ഓൾറെഡി ഫോർമുലകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നെയിംസ് ഡിലീറ്റ് ചെയ്യാതിരിക്കുക. പക്ഷേ അത്യാവശ്യം വേണമെങ്കിൽ മാത്രം ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത്. അപ്പോൾ നെയിംഡ് റേഞ്ചസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കി. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉടനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എക്സലും ഇത്തരം സംഭവങ്ങളൊക്കെ പഠിക്കുമ്പോൾ, ഇത്തരം സോഫ്റ്റ്വെയർ ടൂൾസൊക്കെ പഠിക്കുമ്പോൾ പ്രാക്ടീസാണ് ഏറ്റവും പ്രധാനം. ഉടനെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് മറന്നു പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇത് പരമാവധി ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ വർക്കിൽ ഒരുപാട് മാറ്റങ്ങൾ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ ഫാസ്റ്റാക്കി മാറ്റാൻ ഇത്തരം ട്രിക്കുകൾ നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇനിയും മറ്റൊരു ട്രിക്കുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രവുമല്ല ഇതിൽ വീഡിയോസ് വരുന്ന അതേ സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് താഴെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരമാവധി ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ.